രാഷ്ട്രീയം, രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ നിലപാട് എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയ്ക്കും എനിക്കവിടെ പുതിയ തലമുറയ്ക്ക് മാത്രമല്ല പഴയ തലമുറയിലും പെടുന്ന ചിലർക്കൊക്കെ ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ ഒക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഇത് നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യം തന്നെ. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം എന്നുള്ളൊരു വാക്ക് പോലും യഥാർത്ഥത്തിൽ എന്താണ്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയം എന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തോട് കൂട്ടിച്ചേർത്താണ് എപ്പോഴും രാഷ്ട്രീയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ. ഇപ്പം ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗാന്ധിജി ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി വിദ്യാർത്ഥികളോട് അണിനിരക്കാൻ പറയുന്ന ഒരു സമയത്ത് ഒരാൾ ഗാന്ധിജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളെപ്പോലെ മുതിർന്നവർ മാത്രം ഇത്തരം സത്യാഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയാൽ പോരെ, വിദ്യാർത്ഥികൾ പഠിക്കട്ടെ, അവർ പഠിക്കേണ്ടവരല്ലേ, അവരെന്തിനാണ് സമരത്തിൽ ഉൾപ്പെടുത്തുന്നത് ചോദിക്കുന്ന സമയത്ത് ഗാന്ധിജി പറയുന്ന മറുപടി, നമ്മൾ 50 വയസ്സ് കഴിഞ്ഞവരല്ല, ഇനിയും ഈ രാജ്യത്ത് 50 വർഷം ജീവിക്കേണ്ടുന്നവരാണ് അവരാണ് ഈ സമരം നയിക്കേണ്ടത് എന്നാണ്. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയ ബോധ്യമില്ലായ്മ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദം എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തെ ഒരു അന്ധതയിലേക്ക് നയിക്കുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാനും നിഷ ചേച്ചിയൊക്കെ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്, ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പം എങ്ങനെ തോന്നുന്നു, അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടികളിലെ രാഷ്ട്രീയ ബോധ്യവും നിങ്ങളുടെ കാലഘട്ടത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലും, അതായത് ഞാനൊക്കെ യുവാവ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. കുറേ പേർക്കൊക്കെ ആക്റ്റീവ്ലി അവർ പൊളിറ്റിക്സിലേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയം തന്നെയല്ല, എന്നാലും കാര്യങ്ങളെ പറ്റിയൊക്കെ അവെയറാണ്. ചിലർ ഈ പറഞ്ഞ പോലെ കോളേജ് ക്യാമ്പസിലുള്ള പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്. കുറേ പേർക്ക് ഇതൊന്നും അറിയില്ല, അവർക്ക് അറിയാൻ വേണ്ട. അങ്ങനെ ഒരു സാധനം അന്നും ഉണ്ട്, അത് ഇന്നും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഉള്ളതിനേക്കാളും കൂടുതൽ വേദികളും പ്ലാറ്റ്ഫോമുകളും ഇന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം ഇല്ല ഒന്നൊരു പക്ഷെ കുറ്റപ്പെടുത്തേണ്ടാവുക. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ അടുത്ത സമയമായപ്പം നമ്മുടെ ചാനലുകളിലൊക്കെ നിരവധി പ്രോഗ്രാംസ് ക്യാമ്പസ് ബേസ്ഡ് ചെയ്യുന്നുണ്ട്. ക്യാമ്പസ് ഹണ്ട്, അങ്ങനെ പല സ്വകാര്യ ചാനലുകളും. അതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, കുട്ടികളോട് രാഷ്ട്രീയമുണ്ടോ, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്നൊക്കെ ആങ്കേഴ്സ് ചോദിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും അറിയില്ല. ആരാണ് കേരളത്തിലെ പ്രധാനമന്ത്രി ആരെയും ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല, അതാണ് നമ്മൾ ശരിയാണ്, എല്ലാവർക്കും അറിയണം എന്നില്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരവസ്ഥ, അത് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു വിഭാഗം അത് കൂടുതലായി ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു നല്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. എനിക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു സെൻസിലായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റ് ചാനലുകളിലും, മുഖ്യധാര ചാനലുകളിലും ഒക്കെ ഈ സംഭവം നമ്മുടെ ഇത് പിടിച്ചിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഇതാരാന്ന് ചോദിക്കുമ്പം പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയൊക്കെ തിരിച്ചറിയാത്ത പ്രായമായ ആൾക്കാരും ഉണ്ട്, എൻ്റെ ജനറേഷനിൽ പെട്ടവരും ഉണ്ട്, നിങ്ങളുടെ ജനറേഷൻ. അപ്പോൾ അതെല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനോട് എപ്പോഴും എക്സിസ്റ്റിംഗ് ജനറേഷന് എന്നും എല്ലാ കാലത്തും ഒരു പുച്ഛമുണ്ട്. അവരൊന്നിനും കൊള്ളില്ല, അവർ പോരാന്നുള്ള സാധനം. അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് കക്ഷി രാഷ്ട്രീയം ഒരു പക്ഷെ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി വെൽ അവെയറാണ്. അവരുടെ ചുറ്റും നടക്കുന്ന പൊളിറ്റിക്സ് അവർ തിരിച്ചറിയുന്നുണ്ട്. മേ ബി ഞങ്ങളൊന്നും കാണാത്ത പലതും അവർ കാണുന്നുണ്ട്. അതവർ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഇപ്പം ഒരാളെ ബോഡി ഷെയിം ചെയ്യാന്നുള്ള വാക്ക്, അങ്ങനത്തെ പല സാധനമാണ്, ജെൻഡർ ഇക്വിറ്റി, അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങൾ അവർ പുതുതായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊക്കെ പൊളിറ്റിക്സ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളും അവർ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊർക്കൊരു പ്രശ്നമേ അല്ല ഇന്ന്. ഒരു സമയത്ത് നമുക്കൊന്ന്, അല്ലെങ്കിൽ ഒരു മുതിർന്നവരൊക്കെ ഇതിനെക്കുറിച്ച് അത്ഭുതത്തോടെ ചോദിക്കുകയും അവര് ശരിയല്ല അങ്ങനെയൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അതിനെ തിരുത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളൊരു ഗ്രൂപ്പിന് പൊതുവെ നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാനിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുറവ് വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് മാക്സിമം നമുക്കൊരു സാധനം കേട്ടിരിക്കാൻ പറ്റൂ. പരമാവധി അറിവ് കിട്ടണം, അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടണം. അതുകൊണ്ടാണ് ഈ റീലുകളൊക്കെ ഇത്രത്തോളം പോപ്പുലർ ആവുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കിട്ടുന്ന ഒരു നോളജിൽ എത്രത്തോളം അക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. റിലയബിൾ ആയിരിക്കുമോ? കാരണം ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഈ പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ടെലിവിഷൻ ന്യൂസ് കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിലുപരി ആൾക്കാർ ഇപ്പോൾ
സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു, അപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതിനേക്കാൾ ഇവൻ ചെയ്യുന്ന എന്തായിരിക്കും, നേരെ പോയിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് സെർച്ച് ചെയ്യും. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ കരുതുന്നത് ഒരു വാർത്ത എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ്നെസ് ഉൾക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു സാധനം, ഒരു മിനിറ്റിലോ 1.5 മിനിറ്റിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ ക്രക്സ് കിട്ടുമ്പം അതിൻ്റെ ഡെപ്ത് നമ്മൾ അറിയണില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കാനാണെങ്കിൽ അതിന് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന വേണം. അതിൻ്റെ എന്നാലാണ് അതിനൊരു കൃത്യത വരുള്ളൂ എന്നാണ്. ഇപ്പം ഈ പറയുന്ന റീൽസ് ആണെങ്കിലും മറ്റ് സംഭവങ്ങളൊക്കെ 1 മിനിറ്റ് 1.5 മിനിറ്റല്ലേ ഉള്ളൂ. അത് തന്നെ എന്താണ്, അതൊക്കെ പ്ലാൻഡ് സാധനമാണ്, പ്ലാൻഡ് ആണ്, എഡിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് അത് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലുകളിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ള ഇപ്പം ഷാഫിയുടെയും സ്വരാജിൻ്റെയും ആ റെഫറൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസണേ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ സ്വരാജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്ന ഒരാളാണ്, നല്ലൊരു ഡിബേറ്ററാണ്. ഏത് ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചാലും പാർലമെന്റേറിയൻ ആണ്. അതെ, ഉത്തരവില്ലാത്തൊരു സാഹചര്യം, നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ അവസാനമായി ഇപ്പോഴത്തെ യുദ്ധം അത് വലിയൊരു ഉദാഹരണമായിട്ട് എടുക്കാം. അതിൽ സ്വരാജ് ഇട്ട ഒരു നിലപാടിൽ ആ പോസ്റ്റും ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്നോട് കമ്പയർ ചെയ്താൽ തന്നെ അതിനകത്തെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. കേരള സ്റ്റോറി അതും ഒരു ഉദാഹരണമാണ്. ഷാഫിക്ക് എന്തുകൊണ്ട് പ്രിയം കൂടുന്നു വെച്ചാൽ റീൽസിലൂടെ അദ്ദേഹം എല്ലാവരിലേക്ക് ഇറങ്ങി. അത് സ്വരാജിനില്ല. സ്വരാജ് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല. അതിന് അവര് പറഞ്ഞ താരതമ്യം റീൽസ് ആണ്. അത് സംസാരം മറ്റേയാള് കണ്ടന്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതെ അതാണ് പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ എത്രത്തോളം ഒരു പൊളിറ്റിക്സിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഭൂരിഭാഗം സമയത്തും അവർ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ റീലുകൾ ഇടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടി നടത്താനൊക്കെ പറ്റുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു സ്ക്രിപ്റ്റഡ് സാധനമാണ്. അവർക്കപ്പോ ഇപ്പം നമ്മള് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ ഇന്ന പോലെ അഭിനയിക്കുക, ഇന്ന സ്ഥലത്താണ് ഷോട്ട്, ഇന്ന പ്രൊഫൈലിൽ നിന്നാ മതി എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. അത് ഇറക്കി വിടുമ്പം ഈ പറയുന്ന സോക്കോൾഡ് ഫെമിലിയാരിറ്റി കിട്ടും. ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, മിസ്സാക്കാൻ പാടില്ല. അത് പുതിയുഗ യാത്രയിൽ നടന്നിട്ടുള്ള കുറ്റ്യാടി ലഹള എന്ന് പറയപ്പെടുന്ന ആ സംവിധാനത്തില് ഒരു അപ്രമാദിത്വം കാണിക്കാൻ പറ്റും. എനിക്ക് ഒരു സ്വരാജിന്റെ ഭാഗത്തുനിന്ന് പോയിട്ട് സ്വരാജ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സീൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി മുന്നിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഈ ഒരു പബ്ലിക്, ഇത്രയും ആൾക്കാർ, ഇത്രയും മീഡിയ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായതെന്ന് പറയുമ്പോൾ തന്നെയും അത് മാധ്യമങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു, ഒരു എന്താ പറയുക, ഔചിത്യക്കുറവ്, വാക്ക് ഞാൻ ഓർക്കുന്നില്ല, ഒരു അവധാനതക്കുറവ് ഉണ്ടായിട്ടുണ്ട് ഷാഫിയുടെ ഭാഗത്തു നിന്നൊക്കെ. ഇതെല്ലാം മുൻപിൽ നിൽക്കുമ്പോഴാണ് കുട്ടികൾ ഈ റീലിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ 1 മിനിറ്റ് 1.5 മിനിറ്റ് നീളമുള്ള ഷോർട്സിൻ്റെ ഒക്കെ പിന്നാലെ പോയിട്ട് ആളുടെ ഒരു എബിലിറ്റിയെ പറ്റി പറയണത്. അതിനകത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമാണല്ലോ എടുക്കാം. രാഹുൽ മാങ്കൂട്ടം ആ വിഷയത്തിൽ കേസ് വന്നതിന് ശേഷം അനുകൂലിക്കുന്ന ആളുകൾ അത് പുള്ളിയെ പുകഴ്ത്തി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടൊരു പോസ്റ്റിന് കിട്ടിയ ലൈക്കും രാഹുൽ മാങ്കൂട്ടം ഇട്ട പോസ്റ്റിന് കിട്ടിയ ലൈക്കൂടെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അതുകൊണ്ട് പുള്ളി ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. മേ ബി ജനാധിപത്യമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ജനാധിപത്യത്തിലെ ക്വാളിറ്റി അല്ലല്ലോ, ക്വാണ്ടിറ്റി ആണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു കമ്പയർ ചെയ്യാന്ന് എനിക്ക് തോന്നും. അത് മാറ്റി നിർത്തിയതൊരു കമ്പാരിസൺ വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ, ഓരോ മാധ്യമത്തിനും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. മലയാള മനോരമയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ദേശാഭിമാനിക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സാധാരണ രീതിയിൽ സിനിമകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു പോകുന്ന ഒരുപാട് പേജുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടത്തോടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരേ പോസ്റ്റർ, ഒരേ ക്യാപ്ഷൻ, ഇത് എല്ലാം ഒരു 10-20 പേജുകളിൽ ഇതേ സാധനം. അതായത് ഇവരൊക്കെ ഭീകരമായിട്ട് ഫണ്ട് ചെയ്ത് ഈ പറയുന്ന പേജുകൾ വാങ്ങിക്കുകയും, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള പേജുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം എന്നില്ല, പക്ഷെ അവരിലേക്ക് ഇത് ഇൻജക്ട് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഡാറ്റ കിട്ടണമെങ്കിലും ഈ സോഷ്യൽ മീഡിയ പോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. പക്ഷേ ഈ ചാറ്റ് GPTക്ക് പോലും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി നടന്ന പ്രകാരം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ദളിതൻ അതുപോലെ തന്നെ ഒരു ബ്രാഹ്മൺ, ഈ 2 ഓപ്ഷൻസ് കൊടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്.
അതിൽ തൂപ്പ് ജോലി ചെയ്യേണ്ടുന്നവര്, അല്ലെങ്കിൽ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യേണ്ടുന്നവരാര്, ബുദ്ധിയില്ലാത്തവരാര്, ഇതിനൊക്കെയുള്ള ആൻസർ ആയിട്ട് വരുന്നത് ദളിതരെന്നും, ഏറ്റവും ഹൈ പ്രൊഫൈലുള്ളവരാര്, ഏറ്റവും ബുദ്ധി കൂടിയവരാര്, ക്ലീൻ ആയിട്ടുള്ളവരാര്, ഇതിനുള്ള മറുപടി ആയിട്ട് വരുന്നത് ബ്രാഹ്മിൺസ് എന്നും. അപ്പൊ ഇത് ഇറ്റ്സെൽഫ് എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. ഇത് ഉണ്ടാക്കി വെക്കുന്നവരാരാണോ അവരുണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. ഇത് ഈ കുട്ടികളിലേക്കും കൂടി എത്തുന്നു, അത് ചെക്ക് ചെയ്യാതെ എത്തുന്നു എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ഒരു സാധനം കൂടെ വർക്ക് ചെയ്താലാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെയും അതിപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ ഇപ്പോൾ സ്നേഹ പറഞ്ഞ പോലെ ഒരേ കമന്റുകൾ, ഒരേ തലക്കെട്ടുകളൊക്കെ ചില വിഷയങ്ങൾ സ്വീകരിക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ കാണുന്നതാണ്. കൂടെ മാറിപ്പോയ ഒരു അതെ അതെ അതെ, എല്ലാം കൃത്യമായ രീതിയിൽ തെറ്റ് വന്നാൽ പോലും ഇവരിലെല്ലാം അതേ സെയിം സാധനം വരുന്നു. അതാണ് ഇവിടെ ഒക്കെ സംഭവിക്കുന്നത്. അതുപോലെ PR ഏജൻസികൾ, PR വർക്ക് എങ്ങനെ നടത്തുന്നു എന്നത് ശരിക്ക് ഈ കാലഘട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഇതിലൂടെ ഒക്കെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു സ്ഥിതിയാണ്. PR വർക്കിന്റെ കാര്യം പറയുമ്പോൾ കേന്ദ്രം നടത്തുന്നത് PR വർക്കും മറ്റു പാർട്ടികൾ നടത്തുമ്പോൾ, കേന്ദ്രത്തിന് അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ടികൾ നടത്തുമ്പോൾ അത് ദൂർത്തും എന്താ പറയാ മിസ് യൂട്ടിലൈസേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം എല്ലായിടത്തും നടക്കുന്നു. അതെ, ഇനിയിപ്പോൾ ഇലക്ഷൻ അടുക്കും തോറും ഇങ്ങനെയുള്ള സംഗതികൾ കൂടുതലായിട്ട് വരും. ഏതെല്ലാം രീതിയിൽ ഇതിനെയൊക്കെ സമീപിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ആണെങ്കിലും NDA ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പലതും നീക്കുന്നുണ്ട്. അവരെ എങ്ങനെ ഇതിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അവരുടെ വഴിയിലേക്ക് മാറ്റാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണ പരിപാടികൾ, അതിപ്പോൾ PR അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീൽസ്, അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അറിവില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കായിക എന്ന് പറയുന്നത് മുതൽക്കൂട്ടാവുന്നത് ഈ പറയുന്ന പോലെയുള്ള വർഗീയത പരത്തുന്ന, ഇപ്പൊ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഇറങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത്രത്തോളം പ്രൊപ്പഗണ്ട നിറഞ്ഞ എഴുത്തുകളും പാട്ടുകളും സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലത്ത് ഇതിനെ കുറിച്ച് എല്ലാം അന്തരായിരിക്കുക, അല്ലെങ്കിൽ അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നം മാത്രമാണ് എൻ്റെ പ്രശ്നം, എനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും എൻ്റെ പ്രശ്നമില്ല വിചാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഭയപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ട് സൈഡും ഉണ്ട്. ഒരു തരത്തിൽ നോക്കുമ്പോൾ പഴയ ഒരു സമൂഹത്തെക്കാൾ കൂടുതൽ പല പുതിയ വാക്കുകളും കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇപ്പോ ഈ പല ചർച്ചകളും കുറച്ചുകൂടി അവരുടെ ഇടയിൽ കുറച്ചുകൂടി പോസിബിൾ. ഇപ്പോൾ പണ്ട് നമ്മുടെ കാലത്തൊക്കെ ഈവൺ ഒരു മെൻസസിനെ പറ്റി, പീരീഡ്സിനെ പറ്റി ഇതൊക്കെ സംസാരിക്കൽ പോലും പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ സാധാരണ സംസാരിക്കാത്ത, എനിക്ക് തോന്നുന്നു ഒരു ഡിപ്ലോമാറ്റിക് അല്ലാണ്ട് സംസാരിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ മറ്റവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറച്ചുകൂടി അതില്ല, ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് പറയും എന്നുള്ള രീതിയിലേക്ക് മാറി. അതേസമയം ഇടപെടുന്ന രീതികൾ, അല്ലെങ്കിൽ അവര് സമീപിക്കുന്ന മാധ്യമങ്ങൾ, അത് എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും ആയിക്കോട്ടെ, അതിലൊക്കെ ആ ഒരു സെലക്റ്റീവ് സ്വഭാവം കൂടി ഒന്ന് മാറേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇതെല്ലാം മുതൽക്കൂട്ടാവുന്നത് ഈ പറയുന്ന പോലെയുള്ള സംഘപരിവാർ RSSകാർക്കാണ് എന്നുള്ളതാണ്. അത് പൊളിറ്റിക്സിൽ തന്നെ എല്ലാം തോന്നുന്നു, എല്ലാ കാര്യത്തിലും സാധനം വേണ്ടി എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഫ്രെഡിയെ പോലുള്ള ആൾക്കാരൊക്കെ കേരള സ്റ്റോറിയുടെ ആ ഒരു എന്താ പറയുക വിഷയത്തിലാണെങ്കിൽ പോലും മുന്നോട്ട് വരികയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാര് കൂടുകയും ചെയ്യുന്നത്, അതായത് അവരിടപെടുന്ന മാധ്യമങ്ങൾ അതാണല്ലോ. കുറച്ചും കൂടെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇടപെടുന്ന മാധ്യമങ്ങളൊക്കെ അതൊരു ആശ തരുന്നുണ്ട്. ചില വിഷയങ്ങളിൽ സത്യം ഏതാ അല്ലാത്ത ഏതാന്നൊക്കെ തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള ഇടപെടൽ സഹായിക്കുന്നുണ്ട്. ഏറ്റവും അവസരം നമുക്കിപ്പോൾ ആറ്റുകാൽ പൊങ്കാല എടുത്താൽ പോലും അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്നും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യ സംസ്കരണം ഏത് രീതിയിലാണ്, ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടില്ലേ, കഴിഞ്ഞ കോർപ്പറേഷൻ ഏത് രീതിയിലായിരുന്നു, അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു വശത്ത് ഒരു കൂട്ടരെ വാദിക്കുമ്പോൾ അതായിരുന്നു അതിനെ മാതൃകയായിട്ടാണ് ഇപ്പോഴത്തെ കോർപ്പറേഷൻ മുമ്പോട്ട് പോകുന്നത് എന്നതൊക്കെ ഈ പറയുന്ന കുട്ടികൾ തന്നെ പലരും, ഇന്നത്തെ തലമുറയിലെ ആളുകൾ റീൽസും മറ്റും എടുത്ത് തെളിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് അങ്ങനെ അവർക്ക് അതിനെ സമീപിക്കാനും കഴിയുന്നുണ്ട്. ധ്രുവരാട്ടിയെ പോലുള്ളവരൊക്കെ ഒരു ഇൻഫ്ലുവൻസറായി തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷവും ആശ്വാസമൊക്കെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ജൻസികളുടെ രാഷ്ട്രീയം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ജൻസിയും ഒരു ജൻസി അല്ലാത്ത ആളും ചേർന്ന് നടത്തിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്കൊന്നും തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടി ജാഗരൂകരാവേണ്ടിയിരിക്കുന്നു പുതിയ തലമുറ എന്നുള്ളതാണ് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ഇനി അടുത്തൊരു ചർച്ചയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ.